ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഏറെ സ്നേഹബഹുമാനമുള്ള കണ്ടസ്റ്റന്റ് ചെയർ, ജഡ്ജിംഗ് പാനൽ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഖുർആനിലെ 55-ാം അധ്യായമായ സൂറ അർ-റഹ്മാൻ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും കാരുണ്യത്തിൻ്റെ പരമോന്നതമായ നാമം കൊണ്ടാണ് അള്ളാഹു ഈ സൂറത്തിന് ടൈറ്റിൽ നെയിം നൽകിയിട്ടുള്ളത്. ഇതര സൂറത്തുകളിൽ നിന്നും ഇതിൻ്റെ സവിശേഷതയും അലങ്കാരതയും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്ന 31 തവണ മനുഷ്യരാശിയോടും ജിന്നുകളോടും അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. എങ്കിൽ അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്, നിഷേധിക്കുന്നത് എന്ന്. നമുക്ക് ചുറ്റും അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആവർത്തിച്ച് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പുളിക്കൽ എബിലിറ്റി സെന്ററിൽ ഞാനൊരു യാത്ര പോയി. ആ യാത്രയിലുടനീളം എനിക്ക് പല കാഴ്ചകളും കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ആ സെന്ററിൽ എത്തിയപ്പോൾ അവിടെ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാഴ്ചശക്തിയും കേൾവിശക്തിയും സംസാരശക്തിയും ചലനശക്തിയും ഇല്ലാത്ത കുറേ മനുഷ്യർ. പക്ഷെ അവർ ഓരോ സെക്കൻഡും അൽഹംദുലില്ലാ എന്ന് പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോഴാണ് എനിക്ക് സൂറത്തുൽ മുൽക്കിലെ ഒരു ആയത്ത് ഓർമ്മ വന്നത്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും സംസാരവും അതേപോലെ തന്നെ ഹൃദയങ്ങളും പാകപ്പെടുത്തി തന്നു. എന്നിട്ടും നിങ്ങൾ ഖലീലൻ മാ തശ്കുറൂൻ, വളരെ കുറച്ചല്ലേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും ആ ഗണത്തിൽപ്പെട്ടവരല്ലേ? ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അള്ളാഹുവിനെ നമ്മൾ ഓർക്കാറുണ്ടോ? നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. ഈ ഒരു സ്പീച്ച് എടുക്കാൻ വേണ്ടി ഈ ആയത്തിനെ റെഫർ ചെയ്തപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സ്പീച്ചിന് നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് തവണ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു സ്പീച്ചിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഐ കോണ്ടാക്റ്റ് നിലനിർത്തുവാൻ. അൽഹംദുലില്ലാ, എനിക്ക് അള്ളാഹു കാഴ്ചശക്തി നൽകിയതുകൊണ്ട് അതിനെനിക്ക് സാധിച്ചു. ഹാൻഡ് മൂവ്മെൻറ്റ്സും ബോഡി മൂവ്മെൻറ്റ്സും കൊണ്ടുവരാൻ പറഞ്ഞു. ചലനശേഷി അള്ളാഹു എനിക്ക് നൽകിയത് കൊണ്ട് എനിക്ക് എൻ്റെ കൈകൾ ചലിപ്പിക്കുവാനും എൻ്റെ ബോഡി മൂവ്മെൻറ്റ്സും എനിക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. വോയിസ് മോഡുലേഷൻ കൊണ്ടുവരാനും പറഞ്ഞു. സംസാരിക്കാനുള്ള കഴിവ് ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അല്ലമഹുൽ ബയാൻ, മനുഷ്യന് മാത്രം നൽകിയ ഒരു അനുഗ്രഹം, സംസാരിക്കാനുള്ള കഴിവ്. നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ ഒരാളോട് സംസാരത്തിലൂടെ പ്രകടിപ്പിച്ചാൽ, അത് നമ്മൾ ദുഃഖമായാലും സന്തോഷമായാലും ഏത് എക്സ്പ്രഷനും നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കും. സംസാരശേഷി ഇല്ലാത്തവരുടെ അവസ്ഥ എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്തരത്തിൽ അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും എനിക്ക് ഈ സ്പീച്ചിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അൽഹംദുലില്ലാ. തിർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, അബ്ദുല്ലാ ബിൻ ജാബിർ നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ലൈലത്തുൽ ജിന്നുകൾക്ക് മുന്നിൽ ഈ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സഹാബിമാർക്ക് മുമ്പിലും ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു. അപ്പോൾ അവർ വളരെ അക്ഷമരായിക്കൊണ്ട് ശാന്തരായിക്കൊണ്ട് ആ സൂറത്തിനെ ശ്രവിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതേ സൂറത്ത് 31 തവണ ഞാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ എന്ന് പാരായണം ചെയ്തപ്പോഴൊക്കെ ജിന്നുകൾ എത്ര നന്നായി, നിങ്ങളെക്കാളും വളരെ നന്നായിട്ടാണ് മറുപടി പറഞ്ഞത്. അവർ എന്നോട് പറഞ്ഞു, ഓരോ ആയത്ത് കേട്ടപ്പോഴും ലാ ബിഷൈഇൻ ബിനിയമക, അള്ളാഹുവെ നിന്റെ ഒരു നിയമത്തിനെയും ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല, ഫലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയുമെന്ന്. മനുഷ്യരോ, അതാണ് നമ്മൾ മനുഷ്യരുടെ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഓരോ തവണയും ഓർമ്മപ്പെടുത്തിയും അതാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുക എൻ്റെ ഓരോ അനുഗ്രഹത്തിനും, എങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതായിരിക്കും. വലയിൻ കഫർത്തും ഇന്നി അസാബുൻ ലശദീദ്, അഥവാ നിങ്ങൾ നന്ദി കാണിക്കാത്തവരാണെങ്കിൽ
എൻ്റെ വലിയ ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത നമ്മുടെ ഇണകൾ, നമ്മുടെ സന്താനങ്ങൾ, നമുക്ക് ലഭിച്ച വായു, നമുക്ക് ലഭിച്ച ഈമാൻ, ഇതൊക്കെ എത്ര വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റും ഇല്ലാത്തതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ നമ്മുടെ മനസ്സിലുള്ളതിനെ തിരിച്ചറിഞ്ഞ് അതിന് നന്ദി കാണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമാകുന്നത്. അതിന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 നിഷേധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സൃഷ്ടിച്ചതൊന്നും അല്ലാഹുവല്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളും ഇതൊക്കെ പെട്ടെന്നുണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നവരും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. എന്നാൽ സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആരാധന നടത്തുമ്പോൾ അവർ മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കും, മക്കയിലെ മുശ്രിക്കീങ്ങളെ പോലെ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സൃഷ്ടിച്ചതും നന്ദി ചെയ്യേണ്ടതും അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കിയിട്ടും വളരെ കുറച്ച് നന്ദി കാണിക്കുന്നവർ, അതിൽപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അത്തരത്തിൽ പെടാതെ അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിനെയും ഓരോ സെക്കൻഡും സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.